നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ദളിത് പോരാട്ടങ്ങളിൽ ശ്രദ്ധേയമായ ഓട്ടോ ഡ്രൈവർ ചിത്രലേഖ മരിച്ചു. പുലർച്ചെ 3 മണിയോടെ കണ്ണൂർ കമ്പിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. പാൻക്രിയാസ് ക്യാൻസറിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന ചിത്രലേഖ കനത്ത ശ്വാസം മുട്ടലിനെ തുടർന്നാണ് മരിച്ചത്. ചിത്രലേഖയുടെ ഭൗതിക ശരീരം നാളെ രാവിലെ 9 മണിക്ക് ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിക്കും. സംസ്കാരം പയ്യാമ്പലത്ത് നടക്കും. പയ്യന്നൂർ സ്വദേശിനിയായ ചിത്രലേഖ CPM-മായി ഏറ്റുമുട്ടിയാണ് വാർത്തകളിൽ ഇടം പിടിച്ചത്. ഏതാനും വർഷങ്ങളായി കണ്ണൂർ കാട്ടാമ്പള്ളിയിലാണ് താമസം. ഇവിടെയുള്ള പുതിയ വീടിന് മുന്നിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷയ്ക്ക് കഴിഞ്ഞ വർഷം ആഗസ്റ്റ് 25-ന് പുലർച്ചെയാണ് തീയിട്ടത്. CPM-കാരാണ് തീയിട്ടതെന്നാണ് അവർ ആരോപിച്ചത്. കേസും പ്രതിഷേധവുമായി മാസങ്ങളോളം കഴിഞ്ഞു വരുന്നതിനിടെ സന്നദ്ധ സംഘടനയുടെ സഹായം വഴി ഓട്ടോറിക്ഷ ലഭിച്ചു. വീണ്ടും നിരത്തിലിറങ്ങി ആഴ്ചകൾ കഴിഞ്ഞപ്പോഴാണ് രോഗം ബാധിച്ച് തുടങ്ങിയത്. തീയ സമുദായത്തിൽപ്പെട്ട ശ്രീഷ്കാന്തിനെ പ്രണയിച്ച് വിവാഹം ചെയ്തതോടെയാണ് ജാതി വിവേചനത്തിനും പീഡനത്തിനും ചിത്രലേഖ ഇരയായത്. നഴ്സായിരുന്ന ഇവർ ആ ജോലി വിട്ട് ഭർത്താവിനൊപ്പം ഓട്ടോറിക്ഷ ഡ്രൈവറാകാൻ തീരുമാനിച്ചു. വിവാഹശേഷം ലോണെടുത്ത് വാങ്ങിയ ഓട്ടോറിക്ഷയുമായി പയ്യന്നൂർ എടാട്ടിൽ ഓട്ടോ സ്റ്റാൻഡിൽ എത്തിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം. ഇവിടെ വെച്ച് ജാതീയമായി അധിക്ഷേപം നേരിട്ടു. പിന്നീട് ഓട്ടോറിക്ഷയ്ക്ക് നേരെ ആക്രമണമായി. 2025 ഡിസംബർ 30-ന് ഓട്ടോറിക്ഷ കത്തിക്കുകയും ചെയ്തു. അന്നു മുതൽ CPM-നെതിരെ പരസ്യമായി രംഗത്തെത്തി. 2013-ൽ കാട്ടാമ്പള്ളിയിൽ മാറി താമസിച്ച ചിത്രലേഖയും കുടുംബവും അവിടെ നിന്നും അതിക്രമം നേരിട്ടു. വീട്ടിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷ അവിടെ നിന്നും പാതിരാത്രിയിൽ CITV-കാരെന്ന് ആരോപിക്കുന്ന സംഘം അഗ്നിക്കിരയാക്കി. മാസങ്ങൾക്ക് മുമ്പ് ആം ആദ്മി പാർട്ടി സംസ്ഥാന ഘടകത്തിന്റെ സഹായത്തോടെ പുതിയ ഓട്ടോറിക്ഷ കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ ഓടിക്കുന്നതിനായി വാങ്ങിയിരുന്നുവെങ്കിലും പെർമിറ്റ് ലഭിക്കാത്തതിനാൽ ഓടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിനിടയിലാണ് പാൻക്രിയാസിൽ ക്യാൻസർ ബാധിച്ച് ചികിത്സയിലാവുന്നത്. ചിത്രലേഖയുടെ ചികിത്സാ സഹായത്തിനായി സഹായം തേടുന്നതിനായി പ്രത്യേക ബാങ്ക് അക്കൗണ്ട് വഴി പണം ശേഖരിച്ചു വരുന്നതിനിടെയാണ് അവർ മരണത്തിന് കീഴടങ്ങിയത്. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.